സ്ക്വയർ ഐഡൻറ്റിറ്റീസ് എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പേജ് നമ്പർ 45 മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. സി ദിസ് പാറ്റേൺ 3 = 2 square minus 1 square, 5 = 3 square minus 2 square, 7 = 4 square minus 3 square. ചോദ്യം, ചെക്ക് വെദർ സം അതർ ഓഡ് നമ്പേഴ്സ് ക്യാൻ ആൾസോ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എക്സ്പ്ലെയിൻ വൈ ഓൾ ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1 ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. അതായത് ഓഡ് നമ്പേഴ്സിനെയാണ് ഇത് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ അടുത്തടുത്ത പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ വേറെയുള്ള ഓഡ് നമ്പേഴ്സ് എടുത്തിട്ട് ഇതുപോലെ എഴുതാനും ഒന്നിനേക്കാൾ വലുതായ ഓഡ് നമ്പേഴ്സിനൊക്കെ ഇതുപോലെ എഴുതാൻ പറ്റുന്നതിൻ്റെ റീസണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഈ 2 സ്ക്വയർ പറഞ്ഞാൽ 4 ആണല്ലേ, 1 സ്ക്വയർ പറഞ്ഞാൽ 1, നമുക്ക് 3 കിട്ടും. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 2 സ്ക്വയർ പറഞ്ഞാൽ 4 ആണ്, അപ്പോൾ 5 കിട്ടും. പിന്നെ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. പിന്നെ 3 സ്ക്വയർ പറഞ്ഞാൽ 9 ആണ്, നമുക്ക് 7 കിട്ടും. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എന്താണ്, അടുത്തടുത്ത പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലേ. അതായത് ഇപ്പോൾ 1, 4, 9, 16, 25 ഇതല്ലേ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരിക. ഇതും തമ്മിലുള്ള അടുത്തടുത്ത പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഓഡ് നമ്പറിനെ, ഈ 3 പറഞ്ഞ ഓഡ് നമ്പറിനെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ രണ്ട് അടുത്തടുത്ത പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻ്റ് ആയിട്ടാണ് ഈ 5നെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ 16 പിന്നെ 9 ഇതിൻ്റെ അടുത്തടുത്ത പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഓഡ് നമ്പേഴ്സിനൊക്കെ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ വേറെ ഓഡ് നമ്പർ എടുത്തിട്ട് എഴുതാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത ഓഡ് നമ്പർ വരിക 9 ആണ്. അപ്പോൾ 9 നമുക്ക് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയറിന് കൊടുക്കാം. 5 സ്ക്വയർ 25 ആണ്, 25 16 ആണ് അല്ലേ. ഇത് രണ്ടും അടുത്തടുത്ത് കിടക്കുന്നതില്ലേ, അതിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ഈ ഓഡ് നമ്പേഴ്സിന് എഴുതുന്നത്. അപ്പോൾ 9 കിട്ടും. അടുത്തത് 11. ഇതിൽ നമുക്ക് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 36 മൈനസ് 25 11. ഇനി നെക്സ്റ്റ് വരുന്നത് 13 ആണ്. അപ്പോൾ 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ അല്ലേ. അപ്പോൾ 49 മൈനസ് 26 ആണ്. അപ്പോൾ നമുക്കിവിടെ 13 കിട്ടും. ഇനി അടുത്തത് 15 ആണല്ലേ ഓഡ് നമ്പർ വരുന്നത്. അപ്പോൾ അതിനെ മാറ്റി എഴുതുമ്പോൾ അത് 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ 8 സ്ക്വയർ 64 7 49 നമുക്ക് എന്ത് കിട്ടും, 15 കിട്ടും. അപ്പോൾ ഇതുപോലെ എഴുതാൻ പറ്റും. ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ അടുത്തടുത്ത പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാത്തിലും ശരിയാവാനുള്ള റീസൺ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് അതാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നമ്പർ എടുക്കാം. ഈ 3 = 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണല്ലേ. ഈ നമ്പറിനെ, ഈ 1നെ ഞാൻ n ആക്കി എടുക്കുകയാണെങ്കിൽ, n ആണ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഇതെന്താണ്, ഈ 1 പ്ലസ്, അതായത് ഇത് കൂടെ ഈ n കൂടെ ഒന്ന് ആഡ് ചെയ്തതാണ് ഈ 2 അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഈ നമ്പറിനെ എന്ത് എഴുതാൻ പറ്റും, n + 1 എഴുതി കൂടെ അല്ലേ. എന്നിട്ട് ഇതിൻ്റെ സ്ക്വയർ എടുക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു നമ്പർ എടുക്കുക. അപ്പോൾ ഈ 5 എന്ന് പറയുന്നത് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ n എടുത്താൽ, ഈ 2 എന്ന് പറയുന്നത് n എടുത്താൽ ഇതെന്താണ്, n + 1 ആണല്ലേ. ഇത് കൂടെ ഈ n കൂടെ 1 ആഡ് ചെയ്താണ്. അതേപോലെ തന്നെ ഇത് n എടുത്താൽ ഇത് ഇവിടെ 4 ആണ്, n + 1. ഇപ്പോൾ ഏതൊരു നമ്പർ എടുത്താലും ഇതിൻ്റെ ഈ ഏരിയൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ കിട്ടും. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക അല്ലേ. അപ്പോൾ ഇതിന് n + 1 ഇതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, n + 1 ജനറൽ ഫോം കിട്ടാൻ കേട്ടോ. n + 1 ഇതിൻ്റെ സ്ക്വയർ മൈനസ് ആണ് ഇവിടെ, അതേപോലെ മൈനസ് ഇട്ടു. പിന്നെ n സ്ക്വയർ. ഇനി n + 1 ഹോൾ സ്ക്വയർ എന്നുള്ളത് x + y ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് അല്ലേ. അപ്പോൾ x² + 2xy എന്താണ് y² ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ അതുപോലെ മാറ്റി കൊടുക്കുക, n + 1 ഹോൾ സ്ക്വയറിനെ കേട്ടോ.
അപ്പോൾ n പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ മാത്രം ഒന്ന് അതായത് ഈ ഫോമിലേക്ക് എക്സ്പാൻഡ് ചെയ്യട്ടെ. n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു n ഇൻറ്റു 1 അല്ലേ, 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്നുള്ള ഇതിൽ 2 ഇൻറ്റു n ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ ആണ്. ഇതിനെ മാറ്റി എഴുതുമ്പോൾ n സ്ക്വയർ 2 ഇൻറ്റു n ഇൻറ്റു 1 അതായത് 2n ഇൻറ്റു 1 2n തന്നെ 2n പ്ലസ് 1 ഇൻറ്റു സ്ക്വയർ 1. നമുക്ക് ഇതിനെ അതായത് ഈ n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ള ഈ ഭാഗത്ത് എന്ത് കൊടുക്കാം, ഇത് കൊടുക്കുക കേട്ടോ. അതായത് ഇതാണല്ലോ ഇതിൻ്റെ ഇത്. നമുക്ക് ഇതിൽ നിന്ന് ഇതിനെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് മാറ്റിയപ്പോൾ ഇതുപോലെ കിട്ടി. അപ്പോൾ ഇതിനെ ആദ്യം എഴുതി കൊടുക്കുക n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1. പിന്നെ എന്തുണ്ട്, ഒരു മൈനസ്, അതായത് ഇതിലെ മൈനസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് എക്സ് പ്ലസ് വൈ എന്നുള്ള ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ നിന്ന് മാറ്റിയപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇനി ആര് ബാക്കിയുണ്ട്, ഇവിടെ ഒരു n സ്ക്വയർ ഉണ്ട്. അപ്പോൾ ആ n സ്ക്വയർ കൊടുക്കുക. ഇവിടെ ഒരു n സ്ക്വയർ പ്ലസ് ആണ്, ഇവിടെ ഒരു മൈനസ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ ക്യാൻസൽ ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, 2n പ്ലസ് 1. ഈ 2n പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്, എന്തിൻ്റെ ജനറൽ ഫോമാണ്. അതായത് 2n പ്ലസ് എന്ന് പറയുന്നത് ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോമാണ് അല്ലേ. അതായത് 2ൻ്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയത്. 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതൊക്കെ, 2 4 6 വരും അല്ലേ. ഇത് കൂടെ ഒക്കെ 1 ആഡ് ചെയ്താൽ പ്ലസ് 1, 2 പ്ലസ് 1 3 ആണ്, 4 പ്ലസ് 1 5 ആണ്, 6 പ്ലസ് 1 എന്താണ് 7 ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 2n പ്ലസ് 1 ഈസ് എ ജനറൽ ഫോം ഓഫ് എന്താണ്, ഓഡ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ നമ്പേഴ്സിനൊക്കെ ഈ ഓഡ് നമ്പേഴ്സിനൊക്കെ എന്തിൻ്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റണത് കേട്ടോ. ഇനി അതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗിവ് റീസൺ ഫോർ ദ ഫാക്ട് ദ സ്ക്വയേഴ്സ് ഓഫ് എനി നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 ഓൾസോ എൻഡ് ഇൻ 1. വാട്ട് അബൌട്ട് നമ്പേഴ്സ് എൻഡിങ് ഇൻ 5 ആൻഡ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 6? അതായത് ഒന്നിൽ അവസാനിക്കണം എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ അവസാനിക്കുന്നത് ഒന്നിലാണ്. അതായത് ഒന്നിൽ അവസാനിക്കുന്ന എല്ലാ നമ്പറിൻ്റെയും സ്ക്വയറും എന്ത് തന്നെയാണ്, ഒന്നിലാണ് അവസാനിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ റീസണാണ് എഴുതി കൊടുക്കേണ്ടത്. വാട്ട് അബൌട്ട് നമ്പേഴ്സ് എൻഡിങ് ഇൻ 5 എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 6ഉം അതുപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 1 കണ്ടുപിടിക്കാം. 1ൽ അവസാനിക്കണത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്പർ പിന്നെ അതിൻ്റെ സ്ക്വയർ അല്ലേ. ഇപ്പോൾ 1 എന്ന് പറയുന്ന നമ്പർ 1ൽ അവസാനിക്കുന്ന നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. പിന്നെ 1ൽ അവസാനിക്കുന്ന നമ്പർ 11 ആണ്. ഇപ്പോൾ 121 ആണല്ലേ. ഇത് അതേ നമ്പർ വെച്ച് എന്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സ്ക്വയർ കിട്ടും അല്ലേ. പിന്നെ 1ൽ അവസാനിക്കണം 21. അപ്പോൾ 21 ഇൻറ്റു 21 ചെയ്താൽ 421 കിട്ടും. പിന്നെ 31 ആണല്ലേ. അപ്പോൾ 31 ഇൻറ്റു 31 ചെയ്യാം കേട്ടോ. അപ്പോൾ 961 കിട്ടും. പിന്നെ 41 ആണ്, 41 ഇൻറ്റു 41 ചെയ്യാം. അപ്പോൾ നമുക്ക് 1681 കിട്ടും. അപ്പോൾ ഇതൊന്ന് ഇവിടെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയും സമയം കളയാനില്ല, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേപോലെ നമ്പേഴ്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, അതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒന്നിലാണ് അവസാനിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഒന്നിൽ അവസാനിക്കുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് അതിൻ്റെ റീസണാണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ 11 എന്ന് പറഞ്ഞ നമ്പറിനെ എങ്ങനെ എഴുതാം, 10 ഇൻറ്റു 1 പ്ലസ് 1 അല്ലേ. 10 ഇൻറ്റു 1 10, 10 പ്ലസ് 1 11 എന്ന് എഴുതാം. ഇനി 21 എന്നുള്ള നമ്പറിനെ 10 ഇൻറ്റു 2 പ്ലസ് 1, അതായത് 10 ഇൻറ്റു 2 20, 20 പ്ലസ് 1 21. ഇനി 31 എന്നുള്ള നമ്പറിനെ നമുക്ക് 10 ഇൻറ്റു 3 പ്ലസ് 1 ആണ് അല്ലേ. അപ്പോൾ 30 പ്ലസ് 1 അതായത് 31 ആണ്. ഇനി 41 എന്നുള്ള നമ്പറിനെ 10 ഇൻറ്റു 4 പ്ലസ് 1
അപ്പോൾ 40 + 1 41. അതായത് ഇതിനൊക്കെ 10നെ അല്ലേ 10ൻ്റെ മൾട്ടിപ്പിളാണ്. ഇവിടെ ഇതെന്താണ് 1 2 3 4 എന്ന് പറഞ്ഞാൽ എന്താ നാച്ചുറൽ നമ്പേഴ്സാണ്. അതായത് ഇതിനർത്ഥം എന്താണ്, ഇതൊക്കെ 10ൻ്റെ മൾട്ടിപ്പിൾ +1 ആണ് അല്ലേ. ഇപ്പോൾ 10ൻ്റെ മൾട്ടിപ്പിൾ 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 2n എഴുതും. അങ്ങനെയാണെങ്കിൽ 10ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, 10n + 1. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം, ഒന്നിൽ അവസാനിക്കണ എല്ലാ സംഖ്യകളുടെയും ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്, 10n + 1 എന്നുള്ള ഫോമിലേക്ക് ആണ് ജനറൽ ഫോം വരിക അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം അത് ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ജനറൽ ഫോം ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 നമുക്ക് എന്താണ് കിട്ടിയത്, 10n + 1 കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഈ ജനറൽ ഫോമിൻ്റെ സ്ക്വയർ ഈ 10n + 1 ഹോൾ സ്ക്വയർ അല്ലേ. അതായത് ഏത് ഫോമിലാണ്, x + y ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ നമുക്കതിനെ മാറ്റി എഴുതാൻ അറിയാമല്ലേ. ഇതുവരെയും പഠിച്ചത് വെച്ചിട്ട് ചെയ്യാൻ പറ്റണല്ലേ. 10² + 2 × x × y എന്നാണ്. അപ്പോൾ നമുക്ക് 2 × 10n × 1 + 1². അതായത് 10ൻ്റെ സ്ക്വയർ 100, 100n² + 2 × 10, അതായത് 2 × 10 n × 1 ആണല്ലേ. 2 × 10 എന്ന് പറഞ്ഞാൽ 20, 20 × 1 ആണല്ലേ. അപ്പോൾ n + 1² ആണല്ലേ. അപ്പോൾ 1 തന്നെ. ഇനി ഇതിലൊക്കെ എന്താണ്, 10 എന്ന് പറയുന്ന നമ്പർ കോമൺ ആണല്ലേ. നമുക്ക് ആ 10നെ പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 10നെ പുറത്തേക്ക് എടുക്കുമ്പോൾ 10 100ൽ എത്ര 10 ആണ്, 10 അല്ലേ. ബാക്കി ഒരു n², 10n² + 20ൽ 10 പോയാൽ ബാക്കി 2 അല്ലേ. അപ്പോൾ 2 ഒരു n ബാക്കിയുണ്ട്, 2n + 1 ആണ്. അതായത് നമുക്കിതിൻ്റെ ജനറൽ ഫോം എടുത്തപ്പോൾ കിട്ടിയത് 10ൻ്റെ മൾട്ടിപ്പിൾ +1 ആണ് അല്ലേ. അതിൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ നമുക്ക് എന്തെന്നെ കിട്ടി, 10ൻ്റെ മൾട്ടിപ്പിൾ + എന്താണ് 1 ആണ് കേട്ടോ. അപ്പോൾ അതായത് ഇതും എന്തെന്നെ കിട്ടിയത്, 10ൻ്റെ മൾട്ടിപ്പിൾ +1. ഇതും എന്തെന്നെയാണ്, 10ൻ്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്, സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 1 ആൾസോ എൻഡ് ഇൻ 1. അപ്പോൾ അതുകൂടെ എഴുതുക കേട്ടോ. സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 1 ഓൾസോ എൻഡ് ഇൻ 1. അതിൽ ഇനി അടുത്തതിൽ അതേ ക്വസ്റ്റിലുണ്ട്, വാട്ട് അബൌട്ട് എൻഡിങ് ഇൻ 5. 5ൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയറോ എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ 4ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്, വാട്ട് അബൌട്ട് നമ്പേഴ്സ് എൻഡിങ് ഇൻ 5. ഇപ്പോൾ 1ൽ അവസാനിക്കുന്നത് 1ലാണ്, സ്ക്വയറും അവസാനിക്കുന്നത് 1ലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ 5ൽ അവസാനിക്കുന്ന നമ്പറോ എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ നമ്മൾ 5ൽ അവസാനിക്കുന്ന നമ്പർ എഴുതാതെ നമ്പേഴ്സ് അതിൻ്റെ സ്ക്വയർ അല്ലേ. നമ്പർ 5 അപ്പോൾ 25 ആണ്. പിന്നെ 5ൽ അവസാനിക്കുന്ന 15 ആണ് അല്ലേ. അതായത് 225 ആണ് അല്ലേ. 225 ആണ്. പിന്നെ 25 ആണല്ലേ. 625 ആണ്. പിന്നെ 35 ആണല്ലേ വരിക. 35 അപ്പോൾ 1225 ആണ്. പിന്നെ 45 ആണല്ലേ. അടുത്തത് 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 225 ആണ്. പിന്നെ ഇനി വേണമെങ്കിൽ അടുത്ത് വേണമെങ്കിൽ ഏതാ 55 ആണല്ലേ. 55 എന്ന് പറഞ്ഞാൽ 3225 ആണ്. അപ്പോൾ ഇതുപോലെ അല്ലേ. അതായത് ഇതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും ഇത് എന്താണ്, 5ലാണ് അവസാനിച്ചിരിക്കണമെങ്കിലും എന്താണ് എല്ലാം 25ലാണ് അല്ലേ. 25ൽ അവസാനിക്കുന്ന നമ്പേഴ്സാണ് 5 എന്ന് പറയുന്നത്. സ്ക്വയർ എടുക്കുമ്പോൾ ഒക്കെ എന്തിലാണ് അവസാനിക്കുന്നത്, 25ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അതായത് ഈ 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെയൊക്കെ ജനറൽ ഫോം കാണാൻ നമ്മൾ ആദ്യം 10 × അതായത് 15 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം, 10 ×
1 പ്ലസ് 5 അല്ലേ. 10 ഇൻറ്റു 1 10, 10 പ്ലസ് 5 15 കിട്ടും. ഈ നെക്സ്റ്റ് 25 ആണല്ലേ. 25 എന്നുള്ളത് നമുക്ക് 10 ഇൻറ്റു 2 പ്ലസ് 5 എന്നാണ്. അപ്പോൾ 10 ഇൻറ്റു 2 20 പ്ലസ് 5 25. അപ്പോൾ നെക്സ്റ്റ് 35 അല്ലേ. അപ്പോൾ 35 നമുക്ക് 10 ഇൻറ്റു 3 പ്ലസ് 5 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ 10 ഇൻറ്റു 3 30 പ്ലസ് 5 35. പിന്നെ 45 അല്ലേ. 10 ഇൻറ്റു 4 പ്ലസ് 5, അപ്പോൾ 40 പ്ലസ് 5 45. അതായത് ഇതിൽ നിന്ന് ജനറൽ ഫോം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതായത് 10ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ ഇത്. 10ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് എന്താണ്, ഒരു 5 ആണല്ലേ. ഇതൊക്കെ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ഇല്ലേ, 1 2 3 4. 10നോട് കൂടെ നാച്ചുറൽ നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്ത് പ്ലസ് 5 ചെയ്യുക. അതിനർത്ഥം എന്താ, 10ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 5 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ഇതിൻ്റെ ജനറൽ ഫോം കണ്ടുപിടിക്കുക. 10, അതായത് മൾട്ടിപ്പിളിനെ നമ്മൾ 2ൻ്റെ മൾട്ടിപ്പിൾ 2n, അപ്പോൾ 10ൻ്റെ മൾട്ടിപ്പിൾ 10n പ്ലസ് എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്, എല്ലാത്തിനും 5 ആണല്ലേ. അപ്പോൾ 10n പ്ലസ് 5 എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ അത് എഴുതുക, എന്നിട്ട് ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാൻ ജനറൽ ഫോം ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 5 എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, 10n പ്ലസ് 5 എന്നല്ലേ. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കുക കേട്ടോ. ഞാൻ താഴെ എഴുതുന്നുണ്ട്, ഇതാ ഇങ്ങോട്ട് സ്ക്വയർ എടുക്കുക. അപ്പോൾ 10n പ്ലസ് 5 അതിൻ്റെ സ്ക്വയർ അല്ലേ. ഇതും ഏത് ഫോമിലാണ് കിടക്കണേ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ. അപ്പോൾ എഴുതാൻ നിങ്ങൾക്ക് അറിയാം, എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അത് നിങ്ങൾ എഴുതാം കേട്ടോ. എനിക്ക് കുറച്ച് ഇവിടെ സ്പേസ് കുറവാണ്, അതുകൊണ്ട് ഞാൻ അത് എഴുതുന്നില്ല. അപ്പോൾ 10n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10n ഇൻറ്റു 5, അതായത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 10n ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ ആണ്. അതിന് പകരം ഇവിടെ 5 സ്ക്വയർ കൊടുക്കുക. ഇനി 10ൻ്റെ സ്ക്വയർ 100 n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10n ഇൻറ്റു 5. 2 ഇൻറ്റു 10 20, 20 ഇൻറ്റു 5 100, പിന്നെ ഒരു n ഉണ്ട് അല്ലേ. അപ്പോൾ 100n പ്ലസ് 5ൻ്റെ സ്ക്വയർ 25 ആണ്. ഇതിൽ 100നെ നമ്മൾ പുറത്ത് എടുക്കുക കേട്ടോ ഇതിൽ നിന്ന്. അപ്പോൾ ഈ 100n സ്ക്വയറിൽ നിന്ന് 100 പോയാൽ ബാക്കി ഒരു n സ്ക്വയർ ബാക്കി ഉണ്ടാവും അല്ലേ, n സ്ക്വയർ. പിന്നെ 100n നിന്ന് ഒരു 100 എടുത്താൽ, അതായത് 100n നിന്ന് ഒരു 100 എടുത്താൽ ബാക്കി ഒരു n മാത്രമേ ഉള്ളൂ. ആ n മാത്രമേ ഇടുക. പ്ലസ് എന്താണ് 25. അപ്പോൾ നമുക്ക് ഇതിനർത്ഥം എന്താ, 100ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് എന്താണ് 25. 100ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 25 എന്നാണ്. നമുക്ക് ഒരു നമ്പർ എടുക്കാം കേട്ടോ, 100ൻ്റെ മൾട്ടിപ്പിൾ. ഇപ്പോൾ നമ്മൾ 100 കൊണ്ട് ഒരു നമ്പറിനെ ഇൻറ്റു ചെയ്താൽ, അപ്പോൾ 3 ഇൻറ്റു 6 എടുത്താൽ എന്തെന്നെ കിട്ടുക, അതായത് ലാസ്റ്റ് ഡിജിറ്റ് ഇതിൽ 2 ഡിജിറ്റ് എന്തായിട്ട് വരും, 0 ആയിട്ട് വരും അല്ലേ. അതിലൂടെ നമ്മൾ എന്താണ് ഈ 25 ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് വരും, ലാസ്റ്റ് ഡിജിറ്റ് എന്ത് കിട്ടുള്ളൂ, 25 കിട്ടുക. അപ്പോൾ നമ്മളിവിടെയും നമ്മൾ ഈ ചെയ്തപ്പോൾ ഒക്കെ ഇതിൽ എന്താണ് കിട്ടിയിട്ടുള്ളത്, 25 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതായത് 100ൻ്റെ മൾട്ടിപ്പിളിനോട് 25 ആഡ് ചെയ്തതായിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തതും ഇത് തന്നെയാണല്ലേ, അതായത് ഇതിലൊക്കെ 25 ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ പറ്റും കേട്ടോ. 25ലാണ് അവസാനിക്കുന്നത് എന്നാണ് പറയാം. അപ്പോൾ 5ൽ അവസാനിക്കുന്ന ഏത് നമ്പറിൻ്റെയും സ്ക്വയർ എന്താണ്, 25ൽ അവസാനിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും എന്താണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 100ൻ്റെ മൾട്ടിപ്പിളിനോട് 25 ആഡ് ചെയ്യണത്. അപ്പോൾ 100ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിട്ട്. ഏതൊരു നമ്പറിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താലും ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അത് കൂടെ 25 ആഡ് ചെയ്താൽ ഇവിടെ എന്തേ കിട്ടുള്ളൂ, ലാസ്റ്റ് ഡിജിറ്റ് 25 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം, ദ സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 5 ends 25. അതായത് ഏത്
5 അവസാനിക്കുന്ന ഏത് നമ്പറിൻ്റെയും സ്ക്വയർ എന്തിലാണ് അവസാനിക്കുന്നത്? 25 അവസാനിക്കുന്നത് എന്നാണ് കേട്ടോ. ദ സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 5 ends 25. അതായത് 5 അവസാനിക്കുന്ന എല്ലാ നമ്പറിൻ്റെയും സ്ക്വയറും അവസാനിക്കുന്നത് എന്തിലാണ്? 25 എന്നാണ് കേട്ടോ. ഇനി അടുത്തതിൽ ആൻഡ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 6 എന്നുണ്ട്. അതായത് 6 അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയറോ എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ അതും ചെയ്ത് നോക്കാം. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എൻഡിങ്, അതായത് നമ്പേഴ്സ് എൻഡിങ് ഇൻ 6 അവസാനിക്കുന്ന നമ്പറിൻ്റെയോ എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ 6 അവസാനിക്കുന്ന നമ്പർ, അതായത് നമ്പർ പിന്നെ സ്ക്വയർ അല്ലേ. 6 അവസാനിക്കുന്ന 6 36 ആണ്. പിന്നെ വരുന്നത് 16 ആണല്ലേ. അപ്പോൾ 200, അതായത് 16 × 16, അതായത് ഒരേ നമ്പർ വെച്ചിട്ട് ഇൻറ്റു ചെയ്യല. അപ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടും 256 ആണ് കേട്ടോ. പിന്നെ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 26 ആണ്. 26 × 26 ചെയ്താൽ 676 കിട്ടും. പിന്നെ 36 ആണല്ലേ. 36 അതിൻ്റെ സ്ക്വയർ, അതായത് 36 × 36 ചെയ്യാം. 1296 കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ, അതായത് 6 അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെയൊക്കെ സ്ക്വയർ എടുത്തപ്പോൾ 6 തന്നെയാണ്, 6 തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിന് നമ്മളൊരു എക്സ്പ്ലനേഷൻ, ഒരു റീസൺ എന്താണുള്ളത് കണ്ടുപിടിച്ച് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെയും ജനറൽ ഫോം എടുക്കുക, എന്നിട്ട് സ്ക്വയർ എടുക്കുക. അപ്പോൾ ഈ ജനറൽ ഫോം കണ്ടുപിടിക്കാൻ നമുക്ക് അതായത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് 16 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 1 + 6 ആണല്ലേ. അതായത് 10 × 1 10, 10 + 6 16. ഇനി 26 ആണല്ലേ. അപ്പോൾ 26-ന് 10 × 2 + 6 ആണ്. അതായത് 10 × 2 20 + 6 26 ആണ്. 10 × 3 + 6 എന്നല്ലേ. അതായത് 10 × 3 30 + 6 36 ആണ്. ഇനി 10 × 4 + 6 ആണ്. അതായത് 40 + 6 46 എന്ന് കിട്ടി. അതായത് 10ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ. പ്ലസ് എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? 6 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജനറൽ ഫോം കാണാൻ എന്താണ്? 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 10ൻ്റെ ഗുണിതമാണല്ലേ. 10n പ്ലസ് എന്താണ് ഇതിൻ്റെ ഈ നമ്പർ എന്താണോ ഇവിടെ വരുന്നത് അതെ. അപ്പോൾ 10n + 6 എന്നാണ് കേട്ടോ. ഇനി അതായത് 6ൽ അവസാനിക്കുന്ന ഏത് നമ്പറിൻ്റെയും ജനറൽ ഫോം എന്ത് വരും? അപ്പോൾ 10n + 6 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കുക കേട്ടോ. അപ്പോൾ ജനറൽ ഫോം ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 6 അവസാനിക്കുന്ന എണ്ണസംഖ്യയുടെ ജനറൽ ഫോം എന്താ വരിക? നമ്മളിപ്പോൾ ഇതാ അവിടെ കണ്ടുപിടിച്ചു 10n + 6 എന്നാണ് അല്ലേ. അതായത് ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയർ എടുക്കുക കേട്ടോ. ഞാൻ ഇങ്ങോട്ട് താഴേക്ക് എഴുതുന്നുണ്ട് സ്ക്വയർ. അതായത് ഇതിൻ്റെ സ്ക്വയറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് 10n + 6 ഇതിൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ. ഇത് x+y ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ x² + 2xy + y² എന്നുള്ളതിലേക്ക് മാറ്റി കൊടുക്കുക. 10n² + 2 × 10 × 6 നിങ്ങളത് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ എഴുതാത്തത്. അപ്പോൾ x+y ഹോൾ സ്ക്വയർ = എന്ത് എഴുതണം? x² + 2xy + y² എന്ന് എഴുതിയിട്ട് ഇത് ചെയ്യാം കേട്ടോ. 10n², 2 × 10 × 6 ആണ് അല്ലേ. 2 × 10n × 6 ആണ്. പ്ലസ് പിന്നെ y², വൈയുടെ സ്ഥാനത്ത് 6 ആണ്. അപ്പോൾ നമുക്ക് 6². ഇനി 10ൻ്റെ സ്ക്വയർ 100, n², പിന്നെ 2 × 10 × 6 ആണല്ലേ. അപ്പോൾ 2 × 10 എന്താണ്? 20 × 6 ആണ്. അപ്പോൾ 120.
പിന്നെ ഒരു n ബാക്കിയില്ല. അപ്പോൾ n പ്ലസ് 6ൻ്റെ സ്ക്വയർ 36. ഇതിലൊക്കെ എന്താണ് 10 ഉണ്ടല്ലേ, 10 കോമൺ ആണല്ലേ. ഇതിന് നമുക്ക് 10 എടുക്കാൻ പറ്റും, ഇതിന് നമുക്ക് 10 എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടെ മാറ്റി എഴുതുമ്പോൾ 100n സ്ക്വയറിൽ നിന്ന് 10 എടുത്താൽ ബാക്കി എത്ര വരും? 10നെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ 100ൽ നിന്ന് 10 എടുത്താൽ ബാക്കി 10n സ്ക്വയർ അല്ലേ, 10n സ്ക്വയർ പ്ലസ് പിന്നെ 120n നിന്ന് 10 എടുക്കുക അല്ലേ. അപ്പോൾ 12n പിന്നെ പ്ലസ് എന്താണ് 36. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നമുക്ക് 10ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 6 ആണ് കിട്ടിയത്. ഇവിടെ എന്താണ് 10ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 36 ആണ്. അതായത് 10ൻ്റെ മൾട്ടിപ്പിളിനോട് നമ്മൾ ഒരു 36 ആഡ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഈ 10ൻ്റെ മൾട്ടിപ്പിളിൽ എപ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് എന്താ വരിക? 0 വരും അല്ലേ. ഇപ്പോൾ 10ൻ്റെ മൾട്ടിപ്പിളാണ് 10 × 4 അല്ലേ. അതായത് ലാസ്റ്റ് എന്ത് വന്നു? 0 വന്നു. അതിലൂടെ എന്താണ് പ്ലസ് ഒരു 36 ആഡ് ചെയ്താൽ ഈ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് എപ്പോഴും എന്തെന്നെ വരിക? 6 അല്ലേ വരിക അല്ലേ. അപ്പോൾ വേറെ ഏത് നമ്പർ എടുത്താലും നമ്മൾ അങ്ങനെ തന്നെ. അപ്പോൾ 10 × 7 അല്ലേ, 7 അതായത് 70 ആണ്. അതിലൂടെ നമ്മൾ എന്താണ് ഒരു 36 ആഡ് ചെയ്യാൻ, അത് 10നെ ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 കിട്ടും. അതുകൂടെ 36 ആഡ് ചെയ്താൽ ഈ 6 0 അല്ലേ. ഇതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എന്താണ് കിട്ടുക? 6 അല്ലേ കിട്ടുക. അപ്പോൾ അതായത് അപ്പോൾ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് എന്താണ്? 6 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദ സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 6 ഓൾസോ എൻഡ് ഇൻ 6. അതായത് 6ൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തിലാണ് അവസാനിക്കുന്നത്? 6ൽ തന്നെയാണ് അവസാനിക്കുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതോടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്